ബയാ ഹമാരി ചിടിയറാണി എന്ന പോയത്തിലെ ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കവിത സെ അപ്നി മൻപസന്ത് പങ്ക്തിയാം ചുൻകർ ലിഖേ. കവിതയിൽ നിന്ന് ഇഷ്ടപ്പെട്ട വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഞാൻ ആദ്യത്തെ 5 വരികളാണ് എഴുതിയത്. നിങ്ങൾക്ക് ഈ കവിതയിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള വരികൾ എഴുതാം. ബയാ ഹമാരി ചിടിയ റാണി തിനക്കെ ലാക്കർ മഹൽ ബനാത്തി ഊഞ്ചി ഡാലോം पर डडकाती खेतों से फिर दाना लाती नदियों से भर लाती पानी. നിമ്നലിഖിത് ആശയ് വാലി പങ്ക്തിയാം ചുനേ. ഇനി പറയുന്ന ആശയങ്ങൾ വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ആദ്യത്തെ വരി ഏതാണ്? ചിടിയ ദൂർന ജായേ ഇസ്കേ ലിയേ ആംഗൺ മേം ദാന പാനി ഭർ ദേംഗെ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പക്ഷികൾ പോകാതിരിക്കാൻ മുറ്റത്ത് ധാന്യങ്ങളും വെള്ളവും നിറയ്ക്കും. അപ്പോൾ ഇതേ അർത്ഥം വരുന്ന വരി നമ്മൾ ഈ പോയത്തിൽ നിന്ന് എടുത്തെഴുതുക. തുജ്കോ ദൂർ ന ജാനേ ദേംഗെ ദാനോ സേ ആംഗൺ ഭർ ദേംഗെ ഔർ ഹൗജ് മേം ഭർ ദേംഗെ ഹം മീഠാ മീഠാ ടണ്ടാ പാനി. അടുത്ത വരി ഏതാണ് തന്നിരിക്കുന്നത്? ബച്ചേ ബയാ ബൻകർ ഉഡ് ജായേ तो हम മാതാ ചിടിയ കെ പാസ് രഹേംഗെ. എന്താ പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞുങ്ങൾ തൂക്കണാങ്കുരുവി, അമ്മ തൂക്കണാങ്കുരുവിയില്ലേ, ആ തൂക്കണാങ്കുരുവിയുടെ കുഞ്ഞുങ്ങൾ പക്ഷിയായിട്ട് മാറി ചിറകൊക്കെ വന്ന് അതും ഒരു ചെറിയ തൂക്കണാങ്കുരുവിയായിട്ട് മാറുമ്പോൾ അതിന് ചിറകൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അത് പറന്നു പോകും. അപ്പോഴും ഞങ്ങൾ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കും, അമ്മ വിഷമിക്കേണ്ട എന്നാണ് ഇവിടെ കവയിത്രി പറയുന്നത്. അപ്പോൾ അതേ അർത്ഥം വരുന്ന വരികൾ ഏതൊക്കെയാണ്? फिर जब उनके पर निकलेंगे उड़ जाएंगे बया बनेंगे हम तब तेरे पास रहेंगे तू मत रोना चिड़िया रानी बया हमारी चिड़िया रानी. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. സമാൻ അർത്ഥവാലെ ശബ്ദ കവിത സെ ചുനെ താലിക ഭരെ. കവിതയിൽ നിന്ന് സമാന അർത്ഥമുള്ള വാക്കുകൾ തിരഞ്ഞെടുക്കുക, പട്ടിക പൂരിപ്പിക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ വരി ഏതാണ്? ഹർ പക്ഷി കാ അപ്നെ രഹൻ സഹൻ ഹെ. ഇവിടെ പക്ഷി എന്ന വേർഡാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പക്ഷിക്ക് പകരം നമ്മൾ ഈ പോയത്തിൽ ഏത് വേർഡാണ് പഠിച്ചത്? ചിടിയ അല്ലേ? അപ്പം പക്ഷിക്ക് പകരം ചിടിയ എഴുതുക. ഹർ ചിടിയ കാ അപ്ന രഹൻ സഹൻ ഹെ. സെക്കൻഡ്, ജൽ ജീവൻ കാ ആധാർ ഹെ. അപ്പോൾ ജെല്ലാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജെല്ലിന് പകരം നമ്മൾ ഈ പോയത്തിൽ പാനി എന്നാണ് പഠിച്ചത്. അപ്പം അങ്ങനെ എഴുതണം. പാനി ജീവൻ കാ ആധാർ ഹെ. നെക്സ്റ്റ്, പങ്ക് കെ ബിന ഉഡ്ന അസംഭവ് ഹെ. പങ്കാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചത് പർ എന്നാണ്. പർ കെ ബിന ഉഡ്ന അസംഭവ് ഹെ. നെക്സ്റ്റ് ലൈൻ, പേട് കി സബ്സെ ഊഞ്ചി ടെഹനി പത്തലി ഹെ. അപ്പോൾ ടെഹനി എന്ന് പറഞ്ഞ വേർഡാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ പഠിച്ചത് ഡാലി എന്നാണ്. അപ്പോൾ അങ്ങനെ എഴുതുക. പേട് കി സബ്സെ ഊഞ്ചി ഡാലി പത്തലി ഹെ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ये संकेत पढ़े और जीवों को जीने दो വിഷയ पर ടിപ്പണി ലിഖേ. ഈ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട്, താഴെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് ജീവികൾ ജീവിക്കട്ടെ എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം നിങ്ങൾക്കുള്ള അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുക്കാം, ജീവോങ്കോ ജീനെ ദോ. ജീവജന്തു ഭി ഹമാരി തര ജീവൻ ജീത്തെ ഹെ. ജീവജന്തു എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ഹമാരി തരഹ് നമ്മളെപ്പോലെ തന്നെ ജീവൻ ജീത്തെ ഹെ ജീവിക്കുന്നതാണ്. उन्हें भोजन ढूंढने, अपने बच्चों की रक्षा करने और खतरों से बचने का अधिकार है. ഉനെ ആ ജീവജാലങ്ങൾക്കെല്ലാം തന്നെ ഭോജൻ ഢൂണ്ട്നെ ആഹാരം അന്വേഷിക്കാനുള്ള അവകാശമുണ്ട്. അപ്പനെ ബച്ചോങ്കി രക്ഷാകർണെ അതിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അവർ ഖത്തറോം സെ ബച്നേക്ക അധികാർ ഹെ. ഖത്തറ എന്ന് വെച്ചാൽ എന്താണ്? ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ബച്ന രക്ഷപ്പെടുക, അതൊക്കെയുള്ള അവകാശം നമ്മളെപ്പോലെ ആ ജീവജാലങ്ങൾക്കെല്ലാം ഉണ്ട്. പക്ഷിയാം കാ ഉഡ്ന ജാൻവരോं का अपना ढंग से रहना പ്രകൃതി കാ ഹിസ്സ ഹെ. പക്ഷിയാം കാ ഉഡ്ന പക്ഷികൾ പറക്കുന്നത്, ജാൻവരം എന്ന് വെച്ചാൽ എന്താണ്? ആനിമൽസ് അല്ലേ? ജാൻവരോं का अपना ढंग से അതിൻ്റെതായ രീതിയിൽ രഹന ജീവിക്കുക. ഇതെല്ലാം പ്രകൃതി കാ ഹിസ്സ ഹെ. പ്രകൃതി നിയമങ്ങളാണ്, പ്രകൃതിയുടെ ഭാഗങ്ങളാണ്. सूखे में
पानी देना या खतरे में उनकी मदद करना हमारा कर्तव्य है. സൂഖ്യമേം എന്ന് വെച്ചാൽ വരൾച്ചയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? പാനി ദേന, അതിന് വെള്ളം കൊടുക്കുക. പിന്നെ ഖത്തരേമേം ഡേഞ്ചർ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഉൻകി മദത് കർണ, ഈ ജന്തുക്കളെല്ലാം ഈ ജീവജാലങ്ങളെല്ലാം നാം രക്ഷിക്കുക എന്നതെല്ലാം ഹമാര കർത്തവ്യ, നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. ഹമേ സഭി ജീവോं को सम्मान और सुरक्षा देनी चाहिए. ഹമേ, നമുക്ക്, സഭി ജീവോं को, ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സമ്മാൻ, റെസ്പെക്റ്റ് ചെയ്യാനും, അവർ സുരക്ഷ, അതിനെല്ലാം സംരക്ഷിക്കാനും ഉള്ള അധികാരമുണ്ട്. അധികാരം എന്ന് വെച്ചാൽ നമ്മൾ അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. യഹാ അന്ധാ വ്യക്തി സടക് പാർ കർനെ കി കോശിഷ് കർ രഹാ ഹെ. ഇവിടെ ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ലിഖേ ചിത്രമേ ക്യാ ക്യാ ഹോ രഹേ ഹെ. ഈ 4 പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ എന്താണെന്ന് നമ്മൾ ഹിന്ദിയിൽ എഴുതണം. ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? പെഹലി തസ്വീർ മേം ഏക് അന്ധാ വ്യക്തി സടക് പാർ കർനെ കി കോശിഷ് കർ രഹാ ഹെ, കോയി ഉസ്കി മദദ് നഹീ കർ രഹാ. ആദ്യത്തെ ചിത്രത്തിൽ അന്ധനായ ഒരു വ്യക്തി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തെ ആരും സഹായിക്കുന്നില്ല. നെക്സ്റ്റ് രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്? ദൂസരി തസ്വീർ മേം ഏക് ലഡ്ക ഔർ ഏക് ലഡ്കി ഉൻകി മദദ് കെ ലിയെ ആത്തെ ഹെ. രണ്ടാമത്തെ ചിത്രത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വരുന്നു. തേർഡ് വണ്ണിൽ വേ ഉസേ സടക് പാർ കർനെ മേ മദദ് കർത്തെ ഹെ, അവർ അദ്ദേഹത്തെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നു. ലാസ്റ്റ് പിക്ചറിൽ എന്താണ്? വഹ് ഉൻ ബച്ചോं को ഉൻകി മദദ് കർനെ കെ ലിയെ ധന്യവാദ് ദേത്താ ഹെ, തന്നെ സഹായിച്ചതിന് ആ കുട്ടികളോട് അയാൾ നന്ദി പറയുന്നു. ഇതോടുകൂടി ഈ പാഠത്തിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്ലാസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.